ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ അടുത്ത സീസണിന് മുന്നോടിയായി താര കൈമാറ്റങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് ചൂട് പിടിക്കുകയാണ്. IPLന്റെ 18ാം സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ നായകൻ സഞ്ജു സാംസണിനെ കാണാനിടയില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത താരലേലത്തിന് കാത്തു നിൽക്കാതെ ട്രേഡിംഗ് വിൻഡോയിൽ തന്നെ അദ്ദേഹത്തെ റോയൽസ് വിൽക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഈ ചർച്ചകൾക്കിടയിൽ സഞ്ജുവിനെ സ്വന്തമാക്കാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് വ്യക്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് രംഗത്തെത്തിക്കഴിഞ്ഞു. റോയൽസ് അദ്ദേഹത്തെ വിൽക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും തങ്ങൾ അതിന് ശ്രമിക്കുമെന്നാണ് CSK ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഇരു ഫ്രാഞ്ചൈസികളും തമ്മിൽ ചർച്ച നടന്നേക്കുമെന്നാണ് വിവരം. എന്നാൽ സഞ്ജുവിനെ അടുത്ത സീസണിലേക്ക് ചെന്നൈ കൊണ്ടുവരുന്നത് അവർക്ക് ഗുണകരമാകുമോ എന്ന ചോദ്യവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സഞ്ജു സാംസണിന് വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സ് മുടക്കേണ്ടി വരുന്ന വലിയ തുകയാണ് CSKക്ക് മുന്നിലുള്ള ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ വെല്ലുവിളി. രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന്റെ നിലവിലെ ശമ്പളം 18 കോടി രൂപയാണ്. ഈ ഭീമമായ തുക മുടക്കാനായെങ്കിൽ മാത്രമേ മലയാളി താരത്തെ സ്വന്തമാക്കാൻ ചെന്നൈക്ക് സാധിക്കുകയുള്ളൂ. IPL ടീമുകളുടെ സാലറി ക്യാപ്പിന് ഇത് വലിയ വെല്ലുവിളിയാകും. ഒരു താരത്തിന് ഇത്രയും വലിയ തുക മുടക്കുമ്പോൾ ടീമിന്റെ മറ്റ് താരങ്ങളെ നിലനിർത്തുന്നതിനും പുതിയവരെ ലേലത്തിൽ സ്വന്തമാക്കുന്നതിനും അത് വലിയ തടസ്സമാകും. പണം കൈമാറാതെ ഒരു താരത്തെ മാത്രം വിട്ടു നൽകി സഞ്ജുവിനെ സ്വന്തമാക്കാൻ ഒരു വഴി മാത്രമേ CSKക്ക് മുന്നിലുള്ളൂ. അത് അവരുടെ ക്യാപ്റ്റൻ കൂടിയായ ഋതുരാജ് ഗെയ്ക്വാദിനെയോ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയോ റോയൽസിന് നൽകുക എന്നതാണ്. കാരണം ഈ രണ്ട് കളിക്കാരുടെയും നിലവിലെ ശമ്പളം 18 കോടി രൂപയാണ്. ഈ താരങ്ങൾ അതാത് ടീമുകളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കൈമാറ്റം എത്രത്തോളം പ്രായോഗികമാണെന്നത് സംശയമാണ്. ഋതുരാജ് ഗെയ്ക്വാദ് കഴിഞ്ഞ കുറച്ചു കാലമായി CSKയുടെ നെടുന്തൂണാണ്. സ്ഥിരതയാർന്ന ഓപ്പണിംഗ് ബാറ്റിംഗും ക്യാപ്റ്റൻസിയിലെ മിടുക്കും അദ്ദേഹത്തെ ടീമിന്റെ അഭിവാജ്യ ഘടകമാക്കി മാറ്റിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലെ പ്രകടനം താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജുവിന്റേത് ഋതുരാജിന്റെ അത്രത്തോളം മികച്ചതല്ലെന്ന് കാണാം. സഞ്ജു വ്യക്തിഗതമായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നതിലും സ്ഥിരതയിലും ചിലപ്പോൾ ഋതുരാജിനേക്കാൾ പിന്നിലായിരുന്നു. മറുവശത്ത് രവീന്ദ്ര ജഡേജയാവട്ടെ ഏത് ടീമും ആഗ്രഹിക്കുന്ന ഒരു മാച്ച് വിന്നറാണ്. വ്യത്യസ്ത പൊസിഷനുകളിൽ ബാറ്റ് ചെയ്യുന്നതിനൊപ്പം ആശ്രയിക്കാവുന്ന ഇടംകൈയ്യൻ സ്പിന്നറുമാണ് അദ്ദേഹം. ഫീൽഡിംഗിലെ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം മറ്റൊരു പ്ലസ് പോയിന്റ് ആണ്. ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ജഡേജ CSKക്ക് നൽകുന്ന മൂല്യം വളരെ വലുതാണ്. ഈ സാഹചര്യത്തിൽ ഋതുരാജിനെയോ ജഡേജയോ വിട്ടു നൽകി സഞ്ജുവിനെ സ്വന്തമാക്കാൻ CSK തയ്യാറാകുമോ എന്നത് സംശയമാണ്. സഞ്ജുവിന്റെ ശമ്പളത്തിനൊപ്പം എത്തിക്കുന്നതിനായി 2-3 താരങ്ങളെ ചിലപ്പോൾ ചെന്നൈ വിട്ടു നൽകാൻ തയ്യാറായേക്കും. എന്നാൽ രാജസ്ഥാൻ റോയൽസ് ഇത് അംഗീകരിക്കുമോ എന്നതും സംശയമാണ്. ടീമിന് മുതൽക്കൂട്ടാവുന്നവരെ പകരമായി ലഭിച്ചാൽ മാത്രമേ ചെന്നൈയുടെ ഓഫർ റോയൽസ് അംഗീകരിച്ചേക്കുകയുള്ളൂ. സഞ്ജുവിനെ കൈവിട്ടാൽ സംഭവിച്ചേക്കാവുന്ന നഷ്ടം പരമാവധി കുറയ്ക്കാനായിരിക്കും അവരുടെ ശ്രമം. മികച്ച ഒരു താരത്തിന് പകരം 1-2 ശരാശരി കളിക്കാരെ സ്വന്തമാക്കുന്നത് റോയൽസിന് നഷ്ടമായിരിക്കും. CSKയുടെ നിലവിലെ കരുത്ത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നത് സത്യമാണ്. ബാറ്റിംഗിലും ബൗളിംഗിലുമെല്ലാം ദൗർബല്യങ്ങൾ അവരെ വേട്ടയാടി. പരിക്കുകൾ ടീമിന് വലിയ തിരിച്ചടിയായി. എന്നാൽ ചെന്നൈയുടെ മുൻനിര ബാറ്റിംഗ് അടുത്ത സീസണിൽ അഴിച്ചു പണിയേണ്ട ആവശ്യം ഉണ്ടോ എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ IPLൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് പരിക്കു കാരണം സീസണിന്റെ പകുതിയോടെ തന്നെ പിൻവാങ്ങേണ്ടി വന്നതാണ് ചെന്നൈക്ക് വലിയ ക്ഷീണമായി മാറിയത്. അടുത്ത സീസണിൽ അദ്ദേഹം മടങ്ങിയെത്തുന്നതോടെ ആ പ്രശ്നം അവസാനിക്കുകയും ചെയ്യും. ഋതുരാജിന്റെ അഭാവം ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെയും ടീമിന്റെ മൊത്തത്തിലുള്ള ബാറ്റിംഗ് താളത്തെയും ബാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ടീമിന് വലിയ ആത്മവിശ്വാസമായിരിക്കും നൽകുക. മാത്രമല്ല പകരക്കാരനായി എത്തിയ യുവതാരങ്ങളായ ആയുഷ് മാത്രയും ഉർബിൽ പട്ടേലും ചെന്നൈയുടെ പുതിയ കണ്ടെത്തലുകളായി മാറിക്കഴിഞ്ഞു. ഓപ്പണറായി ഇറങ്ങിയ മാത്രേ 188.97 സ്ട്രൈക്ക് റേറ്റിൽ 7 കളിയിൽ 240 റൺസ് സ്കോർ ചെയ്തിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ആക്രമണോത്സുകമായ ബാറ്റിംഗ് ശൈലിക്ക് തെളിവാണ്. ഉർബിലാവട്ടെ 3 കളിയിൽ 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലുമാണ് ബാറ്റ് ചെയ്തത്. ഈ യുവതാരങ്ങൾ നൽകുന്ന ഇമ്പാക്ട് വളരെ വലുതുമാണ്. അടുത്ത സീസണിൽ അവരെ നിലനിർത്താൻ തന്നെയായിരിക്കും ചെന്നൈയുടെ ശ്രമം. ഋതുരാജിനൊപ്പം ഇവർ കൂടി ചേർന്നാൽ 2026-ൽ ചെന്നൈയുടെ മുൻനിര കരുത്തായി മാറും. ഈ സാഹചര്യത്തിൽ ഉയർന്ന തുക മുടക്കി സഞ്ജുവിനെ പോലൊരു താരത്തെ ടീമിൽ എത്തിക്കുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുക മാത്രമല്ല ടീമിന്റെ കോമ്പിനേഷനെ ബാധിക്കുകയും ചെയ്യും എന്ന രീതിയിലുള്ള ചർച്ചകളുമുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജു സാംസണിനെ വേണ്ടെന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം അവരുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ അദ്ദേഹത്തിന്റെ മോശം റെക്കോർഡാണ്. സ്ലോ ആയ ടേൺ ചെയ്യുന്ന ചെപ്പോക്കിലെ പിച്ചിൽ സഞ്ജു എല്ലായ്പ്പോഴും റൺസ് എടുക്കാൻ വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെ CSK എന്ത് ധൈര്യത്തിൽ ടീമിലേക്ക് കൊണ്ടുവരുമെന്നതാണ് ഉന്നയിക്കുന്ന ചോദ്യം. സഞ്ജു സാംസൺ പൊതുവെ പേസും ബൗൺസും ഉള്ള പിച്ചുകളിലാണ് ബാറ്റിംഗ് കൂടുതൽ തെളിയിക്കാറുള്ളത്.
ഷോട്ടുകൾ കളിക്കാൻ ആവശ്യമായ പേസ് ഇല്ലാത്ത പിച്ചുകളിൽ അദ്ദേഹത്തിന് താളം കണ്ടെത്താൻ പ്രയാസമാണ്. ചെന്നൈയിൽ കളിച്ച 5 മത്സരങ്ങളിൽ 11.80 എന്ന ദയനീയ ശരാശരിയിൽ വെറും 100 സ്ട്രൈക്ക് റേറ്റിൽ 59 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഹോം ഗ്രൗണ്ടിലെ ഇങ്ങനെയൊരു റെക്കോർഡ് ഉള്ള ഒരു കളിക്കാരനെ വലിയ വില നൽകി സ്വന്തമാക്കുന്നത് CSKക്ക് വലിയ നഷ്ടവും ഉണ്ടാക്കിയേക്കാം. കാരണം IPL ഹോം ഗ്രൗണ്ട് പ്രകടനം ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്.